ഹലോ, ഇന്നൊരു ചുരിദാർ ബോട്ടം കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. ഇപ്പോൾ 2 മീറ്റർ ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ രണ്ടായിട്ടൊന്ന് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ ഈ ഒരു രീതിയിൽ വേണം മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ അളവ് ഡ്രസ്സ് വെച്ചിട്ടാണ് നമ്മൾ മെഷർമെൻറ്റ് എടുക്കുന്നത്. അപ്പോൾ അളവ് ഡ്രസ്സ് ഇതിൻ്റെ മുകളിലേക്ക് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കുക. ഇവിടെ അടയാളപ്പെടുത്തുന്നത് പ്ലീറ്റ്സ് ഇട്ടിട്ടുള്ള അവിടെ ഒരു ഭാഗം അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ആ ഒരു മെഷർമെൻറ്റാണ് ഇവിടെ അടയാളപ്പെടുത്തി കൊടുക്കുന്നത്. അതിനെക്കാട്ടും 1/2 ഇഞ്ച് കൂട്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത്. ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ കറക്റ്റ് അളവ് വെച്ചിട്ട് നമ്മൾ എടുക്കരുത്. ഈ ഒരു അളവ് വന്നിരിക്കുന്നത് നമ്മൾ പ്ലീറ്റ്സും കൂടി ഇട്ട് സ്റ്റിച്ച് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ വന്നിരിക്കുന്നത്. ഇവിടെ മുതൽ ഇവിടെ വരെ 19 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. ടോട്ടൽ തയ്ക്കാൻ വേണ്ടിയിട്ടുള്ളതും കൂട്ടിയിട്ട് ഇവിടെ നിന്ന് താഴോട്ട് 13.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് നേരെ ഇങ്ങനെ വരച്ച് കർവ് ചെയ്തെടുത്തിരിക്കുകയാണ്. എന്നിട്ട് ബോട്ടത്തിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് വരച്ച് കൊടുത്തിരിക്കുകയാണ്. താഴെ 1 ഇഞ്ച് കൂടുതൽ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ പോർഷൻ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. ഒരു പോർഷൻ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി സീറ്റ് പീസിൻ്റെ പോർഷൻ കൂടിയും കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ബോട്ടത്തിൻ്റെ താഴോട്ടുള്ള പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തത്. ഇനി ഈ ഒരു ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്തെടുക്കണം. ഇവിടുന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുള്ള ഈ ഒരു പീസാണ് എടുക്കുന്നത്. ഇതിങ്ങനെ നിവർത്തിയെടുക്കുക. എന്നിട്ട് ഇതിങ്ങനെ മടക്കി കൊടുക്കുക. ഇതിൻ്റെ നീളം 8.25 ഇഞ്ചാണ് എടുത്തിരിക്കുന്നത്. വീതി അരവണ്ണത്തിനെക്കാട്ടും ഒരു 4 ഇഞ്ച് കൂടുതൽ എടുക്കുക. ഞാനിവിടെ മെഷർമെൻറ്റ് എടുത്തിരിക്കുന്നത് അളവ് ഡ്രസ്സിൽ നിന്നാണ്. അപ്പോൾ അളവ് ഡ്രസ്സ് ഇവിടെ എലാസ്റ്റിക് വെച്ചിട്ടുള്ള ഡ്രസ്സാണ്. അപ്പോൾ ഞാനിതുപോലെ ഇങ്ങനെ അത് വലിച്ചു പിടിച്ചതിന് ശേഷം കറക്റ്റ് എത്രയാണോ മെഷർമെൻറ്റ് എന്നുള്ളത് എടുത്തിട്ട് ആ കിട്ടിയിരിക്കുന്ന അളവിൻ്റെ കൂടെ +4 ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു പീസ് ഇവിടെ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കണമെന്നുള്ളത് നോക്കാം. അപ്പോൾ ഈ ഒരു പീസിൻ്റെ ഈ ഒരു അറ്റം ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അടുത്ത അറ്റം ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു 2 ഭാഗം ഇതേപോലെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഈ ഒരു പോർഷൻ ഇങ്ങനെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഞാനതിൽ വള്ളിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും നമുക്ക് വീതി മതി മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന്. നമ്മൾ വീതി കൂടിയിട്ടുള്ള അലാസ്റ്റിക്കാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ മടക്കി സ്റ്റിച്ച് ചെയ്യുന്നതിന് കുറച്ചും കൂടി വീതി കൊടുക്കണം. അങ്ങനെ ആകുമ്പോൾ ഈ ഒരു പീസിൻ്റെ ലെങ്ത്ത് 8.25 പകരം 10 10.25 എടുക്കുക. ഇതിങ്ങനെ മടക്കിയതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഈ ഒരു പീസ് മാറ്റി വെച്ചതിന് ശേഷം അടുത്ത പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഏറ്റവും അടിവശം ഇതുപോലെ തന്നെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ബോട്ടം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇതിങ്ങനെ മടക്കിയിട്ട് ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 പീസും കൂടെ അറ്റാച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു പീസ് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കുക. ഇതിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് നല്ല വശം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതായത് തയ്യലൊക്കെ വരുന്ന ഭാഗം അടിയിലേക്ക് പോകുന്ന പോലെ ഈ പീസിൻ്റെ തയ്യലൊക്കെ വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇത് കറക്റ്റായിട്ട് ഇതിൻ്റെ ഒപ്പത്തിന് തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ഒരു സൈഡിലൂടെ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെ ആയിരിക്കും നമുക്ക് കിട്ടുന്നുണ്ടാവുക. ഇതിൻ്റെ സ്റ്റിച്ചൊക്കെ കാണുന്ന ഭാഗമാണ് നമ്മളിങ്ങനെ ആക്കി വെച്ചിരിക്കുന്നത്. ഇനി ഇത് ഇതേപോലെ ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് മുമ്പ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ള പീസ് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ ബാക്ക് വശം അതായത് മറുവശമാണ് മുകളിലേക്ക് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത്. സ്റ്റിച്ചൊക്കെ കാണുന്ന പോർഷനാണ് ഇങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ പീസ് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിൻ്റെ ഇവിടം മുതൽ ഇവിടം വരെയാണത് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇത്രയും ഭാഗം മാത്രമാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതിൻ്റെ അടുത്ത ഭാഗം കൂടിയും സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇതേപോലെയാണ് ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇനി അടുത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇങ്ങനെ വെച്ചതിന് ശേഷം ഈ 2 ഭാഗങ്ങൾ ഇതുപോലെ വേണം നമ്മൾ എടുക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം ഇതിൻ്റെ ഇവിടെ മുതൽ ഇവിടം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ 2 സൈഡ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി 2 സൈഡുകളാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ആണെന്നുണ്ടെങ്കിൽ കൂടുതൽ ക്ലോത്ത് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പോർഷൻ്റെ നമ്മളിതുപോലെ ഇങ്ങനെ പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുക്കുക.
ആ ഒരു ഏരിയയിൽ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും വിധം പ്ലീറ്റ്സ് ഇങ്ങനെ വെച്ച് കൊടുത്തതിന് ശേഷം അത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേ രീതിയിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതേപോലെ തന്നെ ഈ സൈഡും ചെയ്തെടുക്കുക. ഇവിടെയും പ്ലീറ്റ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്യുക. പ്ലീറ്റ്സ് വെക്കുമ്പോൾ രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെക്കാനായിട്ട് നോക്കുക. ഇതേപോലെയാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. ഇതാണ് ബോട്ടത്തിൻ്റെ ഫൈനൽ ലുക്ക്. ഇവിടെ ഈ സൈഡിൽ എത്ര പ്ലീറ്റ്സ് ആണോ വരുന്നത് അത്രയും പ്ലീറ്റ്സ് തന്നെ ഈ ഒരു സൈഡിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയുണ്ടാവുക. ഇവിടെ പ്ലീറ്റ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ എടുക്കാൻ പറഞ്ഞത് ഇവിടുത്തെ പ്ലീറ്റ്സ് ഈ ഒരു ഡയറക്ഷനിലോട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ എടുക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് എടുക്കുക. അപ്പോഴാണ് കുറച്ചും കൂടി ഭംഗിയിൽ നമുക്ക് കിട്ടുക. ഇതിൽ ബോട്ടം കെട്ടാൻ വേണ്ടിയിട്ട് വള്ളി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്നുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്